കഥ പാതിവഴിയിൽ ഭാഗം 8. അവതരണം ഷെറിൻ നൗഷ. യമുനയും അലക്സിയും വണ്ടിയിൽ കയറി കഴിഞ്ഞിരുന്നു. അവർ മൂവരും മാധവനെ തള്ളി മാറ്റി. ആ രാത്രിയിൽ തന്നെ അവർ റിസോർട്ടിൽ നിന്നും തിരിച്ചുപോയി. മാധവൻ ആകെ ഭയന്നുപോയിരുന്നു. ഇവരെന്താണിങ്ങനെ മോശമായി പെരുമാറിയിട്ട് പോയത്? അയാൾ ഓടിക്കയറി റിസോർട്ടിലേക്കെത്തി അവിടെ ആകെ പരിശോധിക്കുവാൻ തുടങ്ങി. അലക്സി ഉപയോഗിച്ച റൂമും ബാൽക്കണിയും ബാത്റൂമുമെല്ലാം മാധവൻ ഉടനെ തന്നെ കയറി നോക്കി. എവിടെയും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഗസ്റ്റ് വന്ന് പോയി കഴിഞ്ഞാൽ സാധാരണയായി റൂം ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ രാത്രിയിൽ ഇനി അതിന് കഴിയില്ലല്ലോ. ഇനി ഏതായാലും രാവിലെ ക്ലീൻ ചെയ്യാൻ അഭിരാമിയോട് പറയാം. അവൻ അടുക്കള വശത്തേക്ക് ചെന്നു. അവിടെ ലൈറ്റ് ഓണായി കിടക്കുകയാണ്. അഭിരാമി ഓഫ് ചെയ്യാൻ മറന്നതാണോ, അല്ലെങ്കിൽ അലക്സിയോ മറ്റോ ലൈറ്റ് തെളിയിച്ചതാണോ? ഏതായാലും ഓഫ് ചെയ്യാമെന്ന് കരുതി മാധവൻ കിച്ചണിലെത്തി. എന്നാൽ അപ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. അഭിരാമിയുടെ റൂമിലും വെളിച്ചമുണ്ട്. അവിടെ റൂമിൻ്റെ വാതിൽ അടച്ചിട്ടില്ല. അവൾ ഇത്ര സമയമായിട്ടും ഉറങ്ങിയില്ലേ? അല്ലെങ്കിൽ അലക്സിയും മറ്റും തിരികെ പോയത് കണ്ടപ്പോൾ അഭിരാമി ഉണർന്നതാണോ? അയാൾ അവളുടെ മുറിയിലേക്ക് കയറി ചെന്നു. എന്നാൽ അവിടെ ആളനക്കമൊന്നും കണ്ടില്ല. ഈ കൊച്ച് ഈ പാതിരാത്രിയിൽ എവിടെ പോയി? മോളെ അഭിരാമി! അയാൾ അവളെ അന്വേഷിച്ച് ഏറെ നേരം നടന്നു. അപ്പോഴാണ് അടുക്കള വശത്തെ വാതിൽ പുറത്തേക്കായി തുറന്നിരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചത്. അയാൾ അതുവഴി ചെന്ന് അഭിരാമിയെ ഏറെ നേരം വിളിച്ചു നോക്കി. എവിടെയും അവളെ കാണാഞ്ഞപ്പോൾ മാധവന് എന്തോ പന്തികേട് മണത്തു. അയാൾ വേഗം ഫോണിൽ അശോകൻ സാറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. 2 ദിവസത്തേക്ക് റൂം എടുത്തിരുന്ന ഗസ്റ്റ് ഒരു ദിവസം കൊണ്ട് തന്നെ റൂം ഒഴിഞ്ഞു പോയിരിക്കുന്നു. അതും ഒരു അർദ്ധരാത്രിയിൽ. അഭിരാമിയെ റിസോർട്ടിൽ എവിടെയും കാണാനുമില്ല. 2 കാര്യവും പ്രധാനപ്പെട്ടതു തന്നെയാണ്. ഉടനെ അശോകൻ സാറിനെ വിവരമറിയിക്കണം. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും സാറിൻ്റെ നമ്പറിൽ കോൾ കിട്ടിയില്ല. മാധവൻ അശോകൻ സാറിൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ഡയൽ ചെയ്തു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മഹേഷാണ് ആ കോൾ അറ്റൻഡ് ചെയ്തത്. മഹി സാറാണോ? ഞാൻ മാധവനാണ്, റിസോർട്ടിലെ സെക്യൂരിറ്റി. എനിക്ക് അത്യാവശ്യമായി അശോകൻ സാറിനെ കിട്ടണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാണ്. മോൻ അദ്ദേഹത്തിനൊന്ന് ഫോൺ കൊടുക്കാമോ? മാധവൻ താഴ്മയോട് ചോദിച്ചു. മാധവേട്ടാ, പപ്പ ഉറങ്ങിപ്പോയിട്ടുണ്ട്. മരുന്ന് കഴിക്കുന്നത് കൊണ്ട് നല്ല ക്ഷീണമുണ്ടാകും. എന്താ കാര്യമെന്ന് എന്നോട് പറഞ്ഞോളൂ. ഞാൻ രാവിലെ പപ്പയോട് പറഞ്ഞോളാം. അവൻ പപ്പയെ വിളിക്കാൻ തയ്യാറായില്ല. മോനെ മഹി, ഇവിടെ റിസോർട്ടിൽ 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഹസ്ബൻഡും വൈഫും. അവർ പെട്ടെന്ന് ഈ രാത്രിയിൽ കുറച്ച് മുമ്പ് ഏതാണ്ടൊരു 3 മണിയായപ്പോൾ റൂം ഒഴിഞ്ഞിട്ട് പോയി. റിസപ്ഷനിൽ സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല. മാനേജറോട് പറഞ്ഞ ശേഷം പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ അടിക്കാൻ വന്നു. എന്തോ ക്രിമിനലുകളെ പോലുള്ള പെരുമാറ്റമായിരുന്നു ആ സമയത്ത് അയാൾക്ക്. അവർ പോയി. അതുമാത്രമല്ല, ഇവിടെ 2 ദിവസം മുമ്പ് ജോലിക്കായി വന്ന ആ പെൺകുട്ടിയില്ലേ അഭിരാമി, അവളെ ഇപ്പോൾ കാണാനില്ല. മാധവൻ പറഞ്ഞത് കേട്ട മഹേഷ് ഒന്ന് ഞെട്ടി. 2 വാർത്തയും അത്ര ശുഭകരമല്ല. താൻ എന്തൊക്കെയായി പറയുന്നത്? താൻ എല്ലായിടത്തും അന്വേഷിച്ചോ? മാധവൻ ഉമിനീരിറക്കി. സാറേ, ഞാൻ ഇവിടെ എല്ലാം നോക്കി. എവിടെയും അവളില്ല. സാർ ഇപ്പോൾ തന്നെ അശോകൻ സാറിനോട് ഈ കാര്യമൊന്ന് പറയണം. മാധവൻ്റെ കോള് കട്ടായി. മഹേഷിന് കേട്ട വാർത്തയിൽ എന്തോ ഒരു അപകടം മണക്കുന്നതായി തോന്നി. ഈ സമയത്ത് പപ്പയെ വിളിച്ചുണർത്തുന്നത് ശരിയല്ലെന്നവന് തോന്നി. അവൻ ഉടനെ തന്നെ റിസോർട്ടിലേക്ക് പോവാനിറങ്ങി. അഭിരാമിക്ക് എന്ത് സംഭവിച്ചു? അവൾ ഈ രാത്രിയിൽ അസമയത്ത് എങ്ങോട്ട് പോയതായിരിക്കും? അവൻ ആക്സിലേറ്ററിൽ ആഞ്ഞു ചവിട്ടി. റെയിൽവേ ട്രാക്കിനൊപ്പം തന്നെ നീണ്ടു പരന്നു കിടക്കുന്ന റോഡിലൂടെ മഹേഷിൻ്റെ കാർ മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് അവൻ തൊട്ടടുത്ത് ആ കാഴ്ച കണ്ടത്. താൻ കടന്നു പോകുന്ന റോഡിൻ്റെ ഇടതുവശം ചേർന്ന് പോകുന്ന റെയിൽവേ ട്രാക്കിനടുത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നു. ഇരുട്ടിൽ വിജനമായ സ്ഥലത്ത് മറ്റാരുമില്ലാതെ അവൾ തനിച്ചാണ്. ദൂരെ നിന്നും ട്രെയിൻ നീണ്ട ചൂളം വിളിയോടെ പാഞ്ഞു വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ കാലുകൾ നിലത്തുറയ്ക്കാത്തതുപോലെ മഹേഷിന് തോന്നി.
അവൻ കാറ് നിർത്തി അതിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഏയ് കുട്ടി, എന്താ ഇവിടെ നിൽക്കുന്നത്? തൻ്റെ അടുത്ത ട്രാക്കിലൂടെ ട്രെയിൻ വരുന്നുണ്ട്, ഇങ്ങോട്ട് മാറി നിൽക്ക്. മഹേഷ് ഉറക്കെ അവളെ നോക്കി വിളിച്ചു പറഞ്ഞു. എന്നാൽ അവൾ ആ പാഞ്ഞു വരുന്ന ട്രെയിനിനെ പ്രതീക്ഷിച്ചാണ് അവിടെ നിന്നത്. മഹേഷിൻ്റെ വാക്കുകൾ കേട്ട അഭിരാമി ഭയന്നുപോയി. അലക്സിയോ ഭരതനോ തന്നെ പിന്തുടർന്ന് വന്നതാണോ എന്നവൾക്ക് തോന്നി. അവൾ പതിയെ തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ റോഡിൽ നിന്നും തന്നോട് പറയുന്ന ആളിനെ അവൾക്ക് വ്യക്തമായില്ല. നീണ്ടുകിടക്കുന്ന ട്രാക്കിൻ്റെ അകലെയായി ഒരു പൊട്ടുപോലെ ട്രെയിൻ കാണാൻ തുടങ്ങി. അവളുടെ ഹൃദയം ശക്തിയായി മിടിച്ചു. മരിക്കാൻ അവൾ സ്വയം തയ്യാറായി. മഹേഷിൻ്റെ ഉള്ളിൽ ഒരാന്തലുണ്ടായി. എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു. ആ പെൺകുട്ടി ട്രെയിൻ വരാൻ കാത്തിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. കാറിൻ്റെ ഡോറടച്ച് അവൻ അവൾക്കരികിലേക്ക് ഓടിയെടുത്തു. അഭിരാമി പാളത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. അവൾ ആടി വീഴാൻ പോവുന്ന കാലുകൾ വലിച്ചു വച്ച് തീവണ്ടിക്ക് മുൻപിലേക്ക് എടുത്തു ചാടി. എന്നാൽ ആ നിമിഷത്തിൽ മഹേഷ് അവൾക്കരികിലെത്തിക്കഴിഞ്ഞിരുന്നു. അവൻ മുന്നോട്ട് വീഴാൻ തുടങ്ങിയ അവളുടെ കൈകളിൽ മുറുക്കെ പിടിച്ചു. ആരാണ് തന്നെ പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവാതെ അഭിരാമി കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മഹേഷ് ബലമായി അവളെ പിടിച്ചു വെച്ചു. അല്പസമയങ്ങൾ കൊണ്ട് ആ ട്രെയിൻ അവർക്കരികിൽ നിന്നും ദൂരേക്ക് പോയി മറഞ്ഞു. അഭിരാമി തന്നെ ചുറ്റിവരിഞ്ഞ കൈകൾ ആരുടേതാണെന്നറിയാതെ ബലം പിടിച്ചു. മഹി അവൻ്റെ കൈ പതിയെ അയച്ചു. അവൻ അവളെ തിരിച്ചു നിർത്തി മുഖത്തേക്ക് നോക്കി. ആ മുഖം കണ്ട മാത്രയിൽ അവനൊന്ന് നടുങ്ങിപ്പോയി. അഭി! അവൻ്റെ ശബ്ദം നേർത്തില്ലാതായി. അവൾ മഹിയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ശരീരം തളർന്ന് അവൾ അവൻ്റെ ദേഹത്തേക്ക് ബോധരഹിതയായി വീണു. മഹേഷ് അവളെ പതിയെ താങ്ങിയെടുത്തു. ശേഷം അവൻ്റെ വണ്ടിയിലേക്ക് അവളെ കൊണ്ടുചെന്നു കിടത്തി. എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലായില്ല. എങ്കിലും അരുതാത്തതെന്തോ സംഭവിച്ചിരിക്കുന്നു എന്നവൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. പാതി വഴിയിൽ ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.